നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ഇന്ന് ഫെബ്രുവരി 12. വാലന്റൈൻസ് ഡേക്ക് വെറും 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്നാണ് ഹഗ് ഡേ. ഈ ഹഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹഗ് ഡേ സ്പെഷ്യൽ കാർഡ് തയ്യാറാക്കിയാലോ? എങ്ങനെയാണ് ഈ കാർഡ് തയ്യാറാക്കുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. ഇത് തയ്യാറാക്കാൻ കളർ പേപ്പർ, ഗിൽറ്റുള്ള ഫോം ഷീറ്റ്, കത്രിക, സ്കെയില്, പശ എന്നിവ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു കളർ പേപ്പർ എടുത്ത് അത് രണ്ടായിട്ട് മടക്കുക. ഞാനിവിടെ ഓറഞ്ച് കളറുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറിലും എടുക്കാം. ഇനി ഇതിന് പുറത്തായിട്ട് നമ്മുടെ കൈ വെച്ചതിന് ശേഷം കൈയുടെ ആകൃതിയിൽ ഒരു പെൻസിൽ വെച്ച് വരച്ചെടുക്കുക. ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത കൈ വെച്ച് അടുത്ത സൈഡും വരച്ചെടുക്കാം. ഇനി നമുക്കിത് രണ്ടും വെട്ടിയെടുക്കണം. ഇവിടെ രണ്ടും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 കൈകൾ പോലെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു കറുത്ത കളർ പേപ്പർ എടുക്കുക. അതിൻ്റെ നീളത്തിലുള്ള ഭാഗത്തായിട്ട് 3 സെന്റിമീറ്റർ ഇടവിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. ഇതിന് 7 സെന്റിമീറ്റർ വീതിയാണുള്ളത്. ഇതിനി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് 2 സെന്റിമീറ്റർ വീതിയും 5 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു പേപ്പർ എടുക്കുക. ഇത് പശ തേച്ചതിന് ശേഷം ഈ കറുത്ത പേപ്പറിന് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ കുറച്ചധികം ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഹഗ് ഡേ വിഷസ് എഴുതി കൊടുക്കാം. ഞാൻ പെൻസിൽ ഉപയോഗിച്ചാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പെയിന്റ് ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ഇത് ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാവുക. ഇതുപോലെ മടക്കി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ പശ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കൈയുടെ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കൈപ്പത്തിയുടെ നടുക്കായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിക്കണം. അടുത്ത സൈഡിലും പശ തേച്ച് അടുത്ത കൈയിലും ഒട്ടിച്ചു കൊടുക്കുക. ഇത് തുറക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. 2 കൈകൾ ഹഗ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. 2 സൈഡും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗിൽറ്റുള്ള ഒരു ഫോം ഷീറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുക്കുക. വരച്ചതിന് ശേഷം വെട്ടിയെടുത്താൽ മതിയാകും. ഇത് നമുക്ക് ഒരു കൈയുടെ പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ പശ തേച്ച ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഹഗ് ഡേ വിഷസും എഴുതി കൊടുക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത കൈയുടെ പുറകിലായിട്ട് നമുക്ക് ഇതുപോലെ മറ്റൊരു ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് നടുക്കായിട്ട് ഒരു ചെറിയ ഹാർട്ട് ഷേപ്പും വെച്ച് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇത് തുറന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പ് വെട്ടി ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു ഫോം ഷീറ്റ് എടുത്ത് അത് 2ആയിട്ട് മടക്കുക. ചെറിയ ഫോം ഷീറ്റ് എടുത്താൽ മതിയാകും. അതിനകത്ത് ഒരു ഹാർട്ട് ഷേപ്പ് ഇതുപോലെ വെട്ടിയെടുക്കാം. ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് സൈഡിലും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 എണ്ണം നമ്മൾ ഇതുപോലെ തയ്യാറാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു കറുത്ത കളർ പേപ്പർ എടുക്കുക. ഇത് സ്കെയിലിൻ്റെ അളവിന് നമുക്ക് വെട്ടിയെടുക്കണം. അതിനായിട്ട് സ്കെയിൽ വെച്ചതിന് ശേഷം ഒരു വര വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഇത് നമുക്ക് ഒരു റിബൺ പോലെ ഈ ഒരു കാർഡിനെ ചുറ്റി കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ ചുറ്റിയെടുത്ത ശേഷം പശ വെച്ചത് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ച നിറത്തിലുള്ള ഫോം ഷീറ്റ് കൊണ്ടൊരു ഹാർട്ട് ഷേപ്പ് തയ്യാറാക്കി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ തയ്യാറാണ്. ഹഗ് ഡേ സ്പെഷ്യൽ കാർഡാണിത്. ഇതിൽ കൂടുതൽ ഡെക്കറേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാർഡിനുള്ളിലും പുറത്തുമായി എഴുതിയിട്ടുള്ള വിഷസൊക്കെ നിങ്ങൾക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പത്തിനാണ് വളരെ സിമ്പിളായിട്ടൊരു കാർഡ് തയ്യാറാക്കിയതെന്ന്.
നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കായിട്ട് ഇങ്ങനെ ഒരു കാർഡ് തയ്യാറാക്കി കൊടുക്കുക. ഹഗ് ഡേ ഓർമ്മിപ്പിക്കും രീതിയിലുള്ള ഒരു കാർഡാണിത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.